ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു കൂട്ടുകറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണുള്ള ചേനയും കായയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കടല ഞാനിവിടെ നിന്ന് 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് നമുക്ക് കടല കുതിർത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് കടല നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ചേനയും കായയും കൂടെ ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിന് കൂടെ തന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചേനയും കായയും നന്നായിട്ട് കുക്കാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചേനയും കായും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചേനയും കായും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ചെറിയ തേങ്ങയിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഓവർ ലൂസായിട്ട് അരച്ചെടുക്കരുത്, അത്യാവശ്യം തിക്കായിട്ട് അരച്ചെടുക്കണേ. ഇനി നല്ലൊരു മധുരം കിട്ടാനായിട്ട് ഇതിലേക്ക് ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് പകരം ശർക്കര ഉരുക്കി അത് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച കടല അതിൻ്റെ വെള്ളത്തോടു കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കറി എളുപ്പം കേടാവുകയും ചെയ്യും. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പോടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്ന് പരിപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കാനായിട്ട് കൂടുതൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ മതി. വറുത്തിടാനായിട്ട് നമുക്ക് കുറച്ചധികം തന്നെ തേങ്ങ വേണം. അതാണ് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അരച്ചെടുക്കാൻ നമുക്ക് കുറച്ച് തേങ്ങ മതി. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.